അപ്പം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നമ്മള് കുഞ്ഞു വരുമെന്ന് പ്രതീക്ഷിച്ചത് ജൂൺ 22-നാണ്. ഇന്നിപ്പം ജൂൺ 2 ആയിട്ടുണ്ട്. ഇന്നിപ്പം നോർമലായിട്ട് ചെക്കപ്പിന് വന്നിരുന്നു പി വി ആദ്യമായിട്ട് ചെയ്യാൻ വന്നിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് നമുക്ക് അഡ്മിറ്റ് ചെയ്യാം. നമ്മൾ ഒന്നും പ്രിപ്പയർ അല്ല, എന്ന് വെച്ചാൽ വീട്ടില് ഇന്ന് ഇറങ്ങി വന്നാണ്, ഒന്നും എടുത്തിട്ടില്ല. നമ്മള് കുഞ്ഞിന്റെ ഒരു ഹോസ്പിറ്റൽ ബാഗും കാര്യങ്ങളും റെഡിയാക്കി വെച്ചിരുന്നു. ജസ്റ്റ് എസെൻഷ്യൽസ് മാത്രം എടുത്തിട്ട് അപ്പം അതില് നമ്മള് അതും എടുത്തിട്ട് വന്നതാണ്. നമ്മളിപ്പം കോഴിക്കോട് സ്റ്റാർ കെയറിലാണുള്ളത്. എന്താ പറയാ, ഇനി ഇപ്പം പറഞ്ഞത് നമ്മളൊന്ന് ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ലേബർ റൂമിൽ ഇന്ന് തന്നെ കയറ്റാമെന്നാണ് പറയുന്നത്. അപ്പം കാത്തിരിക്കുകയാണ്. കുറച്ച് മണിക്കൂർ കൂടെ ഉള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ല, കഴിച്ചിട്ടില്ല. വെജിറ്റേറിയൻ ഉണ്ടാവും പറഞ്ഞു. താഴെ ലേബർ റൂമിലേക്ക് പോയിട്ടില്ലല്ലോ, ഡയറക്റ്റ് മുന്നേ ചെയ്ത സ്കാനിങ്ങിന്റെ റിപ്പോർട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഇത് കഴിഞ്ഞ പാടെ നമ്മൾ നേരെ ലേബർ റൂമിലേക്കാണ് കേട്ടോ കയറാൻ പോകുന്നത്. അപ്പം ഇതാണെന്ന് തോന്നുന്നു ലേബർ റൂമിന് മുന്നേ നമ്മൾ ലാസ്റ്റ് കഴിക്കുന്ന ഫുഡ്. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ലേബർ റൂമിലേക്ക് പോകണം. പബ്ലൂസിൻ്റെ ഡെലിവറിക്ക് എനിക്ക് കൂടെ നിൽക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇത്തവണ ലേബർ റൂമിലേക്ക് ഞാനും പോകുന്നുണ്ട് ബാവേൻ്റെ കൂടെ. അപ്പോൾ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടൊരു ഫീലിംഗ്, ആ ടെൻഷനും എല്ലാം കൂടി കഴിഞ്ഞ ഒരു നിമിഷമാണ് ഇപ്പം കടന്നു പോകുന്നത്. നമ്മൾ പറഞ്ഞല്ലോ സ്റ്റാർ കെയറിലാണുള്ളത്. അതിലെ ഗോൾഡ് പ്രീമിയം ഗോൾഡ് 450 റൂമില്. അപ്പൊ ഇതാണ് നമ്മുടെ റൂം വരുന്നത്. ഇതാണ് നമ്മുടെ റൂം വരുന്നത്. 450. അത്യാവശ്യം വലിയ റൂമാണ്. ഇവിടെ പല പല പേരുകളാണ്. ലാവൻഡർ, ഡാഫോഡിൽസ്. പ്രീമിയം ഗോൾഡ് സ്യൂട്ട്. അപ്പോൾ ഇതാണ് റൂം. ഇതിപ്പോ ഞാൻ ഫുഡ് കഴിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് അങ്ങനെ വരുന്നുണ്ട്. വന്ന പാടം ഞാൻ ഭക്ഷണം കഴിച്ചതാ. കാരണം ഭക്ഷണം കറക്റ്റ് ലെവർ റൂം കയറണം. ടൈം ബബ്ലൂസിന്റെ ഒരു പാവം ഒരുപാട് ടൈം വെള്ളം കുടിച്ചു തന്നെ. അതുകൊണ്ട് ഫുൾ ഡേ വെള്ളം അപ്പൊ അതുകൊണ്ട് ഭക്ഷണം കഴിച്ചാണ് വന്ന പാടന്ന്. നമുക്ക് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. സോഫ ഉണ്ട്. അവിടെ ബൈസ്റ്റാൻഡർക്ക് കിടക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ അമ്മമാര് കിടക്കുന്ന സ്ഥലം. ഇനി കുഞ്ഞാണ് കുഞ്ഞി കൂടെ കിടക്കുന്ന സ്ഥലം. പിന്നെ ഇവിടെ നമുക്ക് വാഷ്റൂം ഉണ്ട്. ഈ സൈഡിലായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ്റൂമാണ്. സെയിം ടൈം നല്ല ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമാണ്. അപ്പോൾ അതുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഫുഡിനായ കഞ്ഞി, ഓട്സ് അങ്ങനത്തെ എല്ലാം പേഷ്യന്റിന് ഒരു നേരത്തെ ഫുഡ് ഉണ്ട്. 3 നേരത്തെ ഫുഡ് ഉണ്ട്. അത് ഇതുപോലത്തെ നല്ല ഓട്സ്, കഞ്ഞി, രാഗി അതൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഐറ്റംസ്, അങ്ങനെ ഒരുവിധ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മളെ റൂം വരുന്നത്. ഇനി ഞാൻ പോയി കുളിച്ചിട്ട് ചേഞ്ച് ചെയ്തിട്ട് നേരെ ലേബർ റൂമിലേക്ക് പോകണം. കുറച്ച് മണിക്കൂറും കൂടുതൽ ലേബർ റൂമിൽ കയറാം. മണിക്കൂറില്ല, കുറച്ച് മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം ചോദിക്കാം, ബോയ് ആയിരിക്കോ ഗേൾ ആയിരിക്കും, എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ബേബി ബോയ് ആണെന്നാണ്. ആണോ? അപ്പോ അമ്മ ഉണ്ട് ഇവിടെ. അമ്മ എന്തായിരിക്കും തോന്നുന്നത്? ഞാനൊരു 4th മന്തിനല്ല, ഒരു 6th മന്തിന് ശേഷമൊക്കെ വിചാരിച്ചിരുന്നത് ഗേൾ ആണെന്നാണ് അങ്ങനെ തോന്നിയിരുന്നത്. പിന്നെ പോയി 9th മന്ത് ആയപ്പോ എനിക്ക് ഡൗട്ട് ബോയ് ആയിരിക്കും. അമ്മമ്മക്ക് എന്താ തോന്നുന്നത്? എനിക്കിപ്പോഴും ഗേളായിട്ട്. അപ്പൊ നോറ ഞാൻ അതേ പറഞ്ഞത് കേടുന്ന. ഓക്കെ, നമുക്ക് നോക്കാം. കുറച്ച് മണിക്കൂറും കൂടിയേ ഉള്ളൂ. അപ്പൊ ഞാന് വിചാരിക്കുന്നത് ഗേളാണെന്നാണ്. അപ്പൊ മണിക്കൂർ കൊണ്ട് അറിയാം എന്തായാലും. എല്ലാരും ചതിച്ചതാണ്. അപ്പൊ ഇനി എന്തായാലും ഒന്ന് കുളിക്കാൻ പോവാണ്. കുളിച്ചിട്ട് വാ എന്തായാലും. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നിന്ന് ഒരു ലോഷൻ തന്നിട്ട് കുളിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. നമുക്ക് PV ചെയ്യാൻ അങ്ങനത്തെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനത്തെ ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കുളിച്ചിട്ട് വേഗം വരാൻ വേണ്ടി പറഞ്ഞു. അത് കഴിഞ്ഞപ്പം കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളും വാവിക്ക് സൈൻ ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പം ലേബർ റൂമിൽ കയറുന്നതിന് മുന്നേ കുളിച്ച് കഴിഞ്ഞ് റെഡിയായി. ഇനിയിപ്പം നമ്മൾ നേരെ ലേബർ റൂമിലേക്ക് പോവുകയാണ്. പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഈ ഒരു
എൻ്റെ ഒക്കെയാണ്. അടുത്ത ബ്ലോഗ് നമ്മുടെ ബർത്ത് ബ്ലോഗ് ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥന വേണം. അപ്പോൾ എന്തായാലും കയറട്ടെ.